ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. മണ്ഡലങ്ങളിൽ പ്രചാരണം ശക്തമാക്കി സ്ഥാനാർത്ഥികൾ. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം മറ്റന്നാൾ പുറപ്പെടുവിക്കും. ഏപ്രിൽ 4 വരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം. സംസ്ഥാനത്തെ 60 ബിൽഡിംഗ് സൈറ്റുകളിൽ തൊഴിൽ വകുപ്പ് നടത്തിയ മിന്നൽ പരിശോധനയിൽ 300ഓളം നിയമലംഘനങ്ങൾ കണ്ടെത്തി. വയനാട് സർക്കാർ മെഡിക്കൽ കോളേജിലെ കാത്ത് ലാബ് പ്രവർത്തന സജ്ജമായതായി ആരോഗ്യവകുപ്പ്. സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുന്നു. തൃശൂർ ജില്ലയിൽ താപനില 40 ഡിഗ്രി സെൽഷ്യസ് വരെ എത്തുമെന്ന് മുന്നറിയിപ്പ്. IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള തയ്യാറെടുപ്പുകൾ രാജ്യത്ത് ഊർജിതമായി പുരോഗമിക്കുന്നു. ഒന്നാംഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുവാനുള്ള സമയപരിധി ബീഹാർ ഒഴികെയുള്ള സംസ്ഥാനങ്ങളിൽ നാളെ അവസാനിക്കും. 17 സംസ്ഥാനങ്ങളിലെയും 4 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 102 ലോക്സഭാ മണ്ഡലങ്ങളിലാണ് ഏപ്രിൽ 19-ന് ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ്. പത്രികകളുടെ സൂക്ഷ്മ പരിശോധന മറ്റന്നാൾ നടക്കും. ബീഹാറിലെ 4 മണ്ഡലങ്ങളിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ വ്യാഴാഴ്ച വരെ സമയമുണ്ട്. കേരളത്തിലെ 20 മണ്ഡലങ്ങളിലേക്കുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം മറ്റന്നാൾ പുറപ്പെടുവിക്കും. 12 സംസ്ഥാനങ്ങളിലെയും ജമ്മുകശ്മീരിലെയും 89 മണ്ഡലങ്ങളിലാണ് ഏപ്രിൽ 26-ന് രണ്ടാംഘട്ടത്തിൽ വോട്ടെടുപ്പ്. പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയായതോടെ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമായി കഴിഞ്ഞു. സ്ഥാനാർത്ഥികളും പ്രമുഖ നേതാക്കളും മണ്ഡലങ്ങളിൽ സജീവ പര്യടനം തുടരുകയാണ്. മറ്റന്നാൾ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറത്തിറങ്ങുന്നതോടെ നാമനിർദ്ദേശ പത്രികകളുടെ സമർപ്പണം ആരംഭിക്കും. ഏപ്രിൽ 4-ആണ് സംസ്ഥാനത്ത് പത്രിക സമർപ്പിക്കുവാനുള്ള അവസാന തീയതി. നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന 5-ന് നടക്കും. പത്രിക പിൻവലിക്കാൻ ഏപ്രിൽ 8 വരെ സമയമുണ്ട്. ഏപ്രിൽ 26-നാണ് സംസ്ഥാനത്ത് വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ ജൂൺ 4-ന് നടക്കും. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ 3 മുന്നണികളും ആദ്യഘട്ട പ്രചാരണത്തിന്റെ തിരക്കിലാണ്. ജില്ലയിലെ വികസന പ്രശ്നങ്ങളും സാധ്യതകളും പ്രചരണായുധമാക്കിയാണ് സ്ഥാനാർത്ഥികളുടെ മുന്നേറ്റം. ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. 2019 കൈവിട്ട ഇടതുകോട്ടയായ ആറ്റിങ്ങലിനെ തിരിച്ചുപിടിക്കാൻ LDFന്റെ വി ജോയിയും മണ്ഡലം നിലനിർത്താൻ UDFന്റെ അടൂർ പ്രകാശും അക്കൌണ്ട് തുറക്കാൻ NDAയുടെ വി മുരളീധരനും ശ്രമിക്കുമ്പോൾ മണ്ഡലത്തിൽ പ്രചാരണം ചൂടുപിടിക്കുകയാണ്. മണ്ഡലത്തിന്റെ ഭൂരിഭാഗവും ഗ്രാമീണ മേഖലകൾ ആയതിനാൽ 3 സ്ഥാനാർത്ഥികളുടെയും പ്രചാരണവും ഗ്രാമപ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചു തന്നെയാണ്. സിറ്റിംഗ് MPയായ അടൂർ പ്രകാശ് തിരഞ്ഞെടുപ്പ് സമ്മേളനങ്ങളോടൊപ്പം സംഘടനാ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയാണ് പ്രചാരണം തുടരുന്നത്. LDF സ്ഥാനാർത്ഥി വി ജോയ് റോഡ് ഷോകളോടൊപ്പം മണ്ഡലത്തിലെ പ്രമുഖ വ്യക്തികളെ കണ്ടും കോളേജുകൾ, ആദിവാസി ഊരുകൾ, തീരദേശ മേഖലകൾ എന്നിവ സന്ദർശിച്ചുമാണ് വോട്ടഭ്യർത്ഥിക്കുന്നത്. പദയാത്രകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് പര്യടനം തുടരുന്ന NDA സ്ഥാനാർത്ഥി വി മുരളീധരൻ വികസന ചർച്ചകളിലും സജീവമാണ്. അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി ജില്ലാ ഇലക്ഷൻ പ്ലാൻ പുസ്തകം പുറത്തിറക്കി. പോസ്റ്റർ ഉൾപ്പെടെയുള്ള പ്രചാരണ സാമഗ്രികൾ പ്രിന്റ് ചെയ്യുന്ന അച്ചടിശാലകൾ ജോലി ഏൽപ്പിക്കുന്നവരിൽ നിന്ന് സത്യവാങ്മൂലം വാങ്ങി സൂക്ഷിക്കണമെന്ന് എക്സ്പെൻഡിച്ചർ നോഡൽ ഓഫീസർ അറിയിച്ചു. കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതമാക്കി മുന്നണികൾ. ചാത്തന്നൂർ, പരവൂർ എന്നിവിടങ്ങളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ UDF സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രൻ സന്ദർശിച്ചു. LDF സ്ഥാനാർത്ഥി M മുകേഷ് ഇന്ന് ചടയമംഗലം, വെളിനല്ലൂർ, ഇട്ടിവ പ്രദേശങ്ങളിൽ പര്യടനം നടത്തി. NDA സ്ഥാനാർത്ഥി കൃഷ്ണകുമാർജി കൊട്ടിയത്ത് നിന്ന് കൊല്ലം നഗരത്തിലേക്ക് റോഡ് ഷോ നടത്തിയാണ് മണ്ഡലത്തിൽ പ്രചാരണത്തിന് തുടക്കമിട്ടത്. NDA സ്ഥാനാർത്ഥി പ്രഖ്യാപനം കൂടി വന്നതോടെ ആലത്തൂർ മണ്ഡലത്തിൽ 3 മുന്നണികളുടെയും പ്രചാരണം ഊർജിതമായി. UDFിലെ രമ്യ ഹരിദാസും LDFിലെ K രാധാകൃഷ്ണനും രണ്ടാംഘട്ട പ്രചാരണത്തിലാണ്. NDA സ്ഥാനാർത്ഥി TN സരസു മണ്ഡലത്തിൽ ആദ്യഘട്ട പ്രചാരണത്തിന് തുടക്കം കുറിച്ചു. വടകര ലോക്സഭാ മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥി KK ശൈലജ ഇന്ന് നാദാപുരം മണ്ഡലത്തിൽ പര്യടനം നടത്തി. പ്രമുഖ വ്യക്തികളെ കണ്ട് വോട്ട് അഭ്യർത്ഥിച്ച ശേഷം ക്യാമ്പസുകളും സന്ദർശിച്ചുകൊണ്ടായിരുന്നു ഇന്നത്തെ പ്രചാരണം. UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ നാളെ കുറ്റ്യാടി, വടകര മേഖലയിലെ ക്യാമ്പസുകൾ സന്ദർശിക്കും. NDA സ്ഥാനാർത്ഥി CR പ്രഫുൽ കൃഷ്ണൻ ഇന്ന് തലശ്ശേരി മണ്ഡലത്തിലാണ് പര്യടനം നടത്തിയത്. കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി MK രാഘവൻ ഇന്ന് ചേളന്നൂർ SN കോളേജ്, ഖാദി കൈത്തറി കേന്ദ്രം എന്നിവിടങ്ങളിൽ സന്ദർശനം നടത്തി. LDF സ്ഥാനാർത്ഥി എളമരം കരീം ഇന്ന് എലത്തൂർ നിയമസഭാ മണ്ഡലത്തിലെ വിവിധ കേന്ദ്രങ്ങളിലാണ് പ്രചാരണം
നടത്തിയത്. കോഴിക്കോട് നഗരത്തിലെ കുടിവെള്ള പ്രശ്നങ്ങൾക്ക് ഉടൻ പരിഹാരം കാണണം എന്നാവശ്യപ്പെട്ട് എൻഡിഎ സ്ഥാനാർത്ഥി എം ടി രമേശിന്റെ നേതൃത്വത്തിൽ കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ ഇന്ന് ജനകീയ സത്യഗ്രഹം നടന്നു. പ്രാദേശിക വാർത്തകളാണ് ഈ കേൾക്കുന്നത്. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ രാജി ആവശ്യപ്പെട്ട് ബിജെപി ഇന്ന് ഡൽഹിയിൽ പ്രതിഷേധം നടത്തി. മദ്യനയ അഴിമതി കേസിൽ കെജ്രിവാളിനെ ഇഡി അറസ്റ്റ് ചെയ്തതിനെതിരെ ആം ആദ്മി പാർട്ടിയും ഡൽഹിയിൽ പ്രതിഷേധിച്ചു. അദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷ ഡൽഹി ഹൈക്കോടതി നാളെ പരിഗണിക്കും. അതിനിടെ ഇഡി കസ്റ്റഡിയിലിരിക്കെ മുഖ്യമന്ത്രി എന്ന നിലയിൽ ഉത്തരവുകൾ ഇറക്കുന്നതിൽ നിന്നും അരവിന്ദ് കെജ്രിവാളിനെ തടയണം എന്നാവശ്യപ്പെട്ട് ഡൽഹി ഹൈക്കോടതിയിൽ പൊതു താൽപര്യ ഹർജി ഫയൽ ചെയ്യപ്പെട്ടിട്ടുണ്ട്. സംസ്ഥാനത്തെ 60 ബിൽഡിംഗ് സൈറ്റുകളിൽ സംസ്ഥാന വ്യാപകമായി തൊഴിൽ വകുപ്പ് നടത്തിയ മിന്നൽ പരിശോധനയെ തുടർന്ന് 300ഓളം നിയമലംഘനങ്ങൾ കണ്ടെത്തിയതായി ലേബർ കമ്മീഷണർ അർജുൻ പാണ്ഡ്യൻ അറിയിച്ചു. തൊഴിൽ നിയമങ്ങൾ അനുശാസിക്കുന്ന സമയപരിധിക്കുള്ളിൽ നിയമലംഘനങ്ങൾ പരിഹരിച്ച് റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും അല്ലാത്തപക്ഷം പ്രോസിക്യൂഷൻ അടക്കമുള്ള കർശന നടപടികൾ സ്വീകരിക്കുമെന്നും കമ്മീഷണർ അറിയിച്ചു. വരും ദിവസങ്ങളിൽ പരിശോധന തുടരും. വയനാട് സർക്കാർ മെഡിക്കൽ കോളേജിലെ കാത്ത് ലാബ് പ്രവർത്തന സജ്ജമായി. ജില്ലയിലെ ഗോത്ര വിഭാഗത്തിൽപ്പെട്ട 2 പേർക്ക് ഇന്നലെ ആൻജിയോഗ്രാം നടത്തി തുടർ ചികിത്സ ഉറപ്പാക്കി. അടുത്ത ഘട്ടത്തിൽ ആൻജിയോപ്ലാസ്റ്റി ആരംഭിക്കാനാണ് ലക്ഷ്യമിടുന്നത്. കാത്ത് ലാബിൽ എക്കോ പരിശോധനകൾ നേരത്തെ ആരംഭിച്ചിരുന്നു. പൌരത്വ നിയമപ്രശ്നം രാഷ്ട്രീയ നേട്ടത്തിനു വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ ദുരുപയോഗം ചെയ്യുകയാണെന്ന് ആരോപിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. സിഎഎ കേസുകൾ പിൻവലിക്കാതെ ബിജെപിയെ സന്തോഷിപ്പിക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്യുന്നതെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. പൌരത്വ നിയമ ഭേദഗതിയുടെ പേരിൽ ഭയാശങ്ക ഉണ്ടാക്കി സാമുദായിക ധ്രുവീകരണം ഉണ്ടാക്കാനാണ് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ശ്രമിക്കുന്നതെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. ഇളംകുളത്ത് എൻഡിഎ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പൌരത്വ നിയമ ഭേദഗതി നിയമത്തിനെതിരെ സിപിഐഎം സംഘടിപ്പിക്കുന്ന പ്രതിഷേധ റാലി മുഖ്യമന്ത്രി പിണറായി വിജയൻ മറ്റന്നാൾ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ് റാലി സംഘടിപ്പിക്കുക. കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് നടന്ന പ്രതിഷേധ റാലിയിൽ മുഖ്യമന്ത്രി നടത്തിയ പ്രസംഗത്തിനെതിരെ ബിജെപി തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരുന്നു. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സുമായി ഏറ്റുമുട്ടും. ചെന്നൈ ചിദംബരം സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. ഐപിഎല്ലിലെ ആദ്യ മത്സരങ്ങളിൽ ഇരു ടീമുകളും വിജയം നേടിയിരുന്നു. ഫിഫ ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് അഫ്ഗാനിസ്ഥാനെ നേരിടും. രാത്രി 7-ന് ഗുവാഹത്തിയിലെ ഇന്ദിരാഗാന്ധി അത്ലറ്റിക് സ്റ്റേഡിയത്തിലാണ് മത്സരം. സംസ്ഥാനത്ത് ഉയർന്ന ചൂട് തുടരുന്നു. ഈ മാസം 30 വരെ തൃശൂർ ജില്ലയിൽ താപനില 40 ഡിഗ്രി സെൽഷ്യസ് വരെയും കൊല്ലം, പാലക്കാട് ജില്ലകളിൽ 39 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ ഇടയുണ്ട്. പത്തനംതിട്ട ജില്ലയിൽ ഉയർന്ന താപനില 38 ഡിഗ്രി സെൽഷ്യസ് വരെയും കോട്ടയം, എറണാകുളം, കണ്ണൂർ ജില്ലകളിൽ ഉയർന്ന താപനില 37 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാനാണ് സാധ്യത. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. മുംബൈ ഓഹരി സൂചിക സെൻസെക്സ് 361 പോയിന്റ് നഷ്ടത്തിൽ 72,470-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 92 പോയിന്റ് നഷ്ടത്തിൽ 22,004-ലും ഇന്ന് വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവിലയിൽ നേരിയ കുറവ്. ഗ്രാമിന് 10 രൂപ കുറഞ്ഞ് 6,115 രൂപയും പവന് 48,920 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. മണ്ഡലങ്ങളിൽ പ്രചാരണം ശക്തമാക്കി സ്ഥാനാർത്ഥികൾ. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം മറ്റന്നാൾ പുറപ്പെടുവിക്കും. ഏപ്രിൽ 4 വരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം. സംസ്ഥാനത്തെ 60 ബിൽഡിംഗ് സൈറ്റുകളിൽ തൊഴിൽ വകുപ്പ് നടത്തിയ മിന്നൽ പരിശോധനയിൽ 300ഓളം നിയമലംഘനങ്ങൾ കണ്ടെത്തി. വയനാട് സർക്കാർ മെഡിക്കൽ കോളേജിലെ കാത്ത് ലാബ് പ്രവർത്തന സജ്ജമായതായി ആരോഗ്യവകുപ്പ്. സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുന്നു. തൃശൂർ ജില്ലയിൽ താപനില 40 ഡിഗ്രി സെൽഷ്യസ് വരെ എത്തുമെന്ന് മുന്നറിയിപ്പ്. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 7:25-ന്.